ഇന്ന് ഞങ്ങൾ നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. മധുചേട്ടനാണ് ഇന്ത്യൻ ഗൗരിയുടെയും ഏറ്റവും വലിയ ഗോസിപ്പ് പാർട്ട്ണർ. മേബി ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്വന്തം മധുചേട്ടൻ. ഞാൻ മധുചേട്ടൻ ഭയങ്കര സംസാരിക്കുന്ന ആളാണെന്ന് പറഞ്ഞത്. മോനുമായിട്ട് സംസാരിക്കുമ്പോഴ് മോനെ പരിചയപ്പെടുമ്പോഴ് ഒരു മുകളിലോട്ട് പോകണം എന്നുള്ളൊരു സ്പാർക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഗൗരിക്ക് പിന്നെ ഒരു പാൻറ് കൂടെ വാങ്ങിച്ചു കൊടുക്കണം. ഇത് ഒരു മാസം ഒരു പാൻറ് എന്ന് പറയുന്നത് അതൊരു കമ്പനിക്ക് തന്നെ നടക്കണം. പിന്നെ ഇപ്പൊ ഇവിടെ യൂണിഫോം എന്നാ പറയുന്നത്. ഇതാണ് പിള്ളേരുടെ ഒരു ഷൂട്ടിന്റെ കഷ്ടപ്പാട്. അവന് ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവർക്ക് അറിയാൻ തുടങ്ങി. ഇനി അടുത്ത ആൾക്കാരെ പറഞ്ഞിട്ട് വേണം. ഒരു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണ് ഇവിടെ കാണുന്നത്. സൂപ്പർ. ഹായ് ഗായ്സ്, മോനിഷാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. നാളെ ക്രിസ്മസ് ആണ്. വ്ലോഗ് എന്തായാലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ മേ ബി ക്രിസ്മസ് കഴിയും. അപ്പം ഞങ്ങളൊന്ന് ആളെ കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ വ്ലോഗ് എടുക്കുന്നത് ആക്ച്വലി ഞങ്ങൾ ഇന്നലെ ആളെ കണ്ടു. കാരണം ആള് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ നമ്മൾ പോയി ഹോട്ടലിൽ നിന്ന് കണ്ട് ഇന്ന് രാവിലെ എത്തിയതിന് ശേഷം പിന്നെ ഒരു 2 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം വീണ്ടും ഒരുങ്ങി കെട്ടി പോവാണ്. ബിക്കോസ് ഇന്നാളും വൈകുന്നേരം പോകും 6:30 ആകുമ്പോഴേക്കും. 2 മണിക്കൂർ പോലും ഉറങ്ങാത്ത പാടാണ്. ഇവള് 2 മണിക്കൂർ പോലും ഉറങ്ങിയില്ല, കാരണം അത്രയും ജോലി തിരക്കുകളായിരുന്നു. സബ്ടൈറ്റിലും കൊടുത്തേക്കണേ. അങ്ങനെ ഞങ്ങള് അങ്ങോട്ട് പോവാണ്. ഓൾറെഡി ഞങ്ങൾ മധുചേട്ടനെ കാണാനാണ് പോകുന്നത്. ഞാൻ മറ്റേ റീലിടുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും മധുചേട്ടൻ ആരാന്നല്ലേ. മധുചേട്ടൻ വരുന്നത് പറയാം, മധുചേട്ടൻ ആരാന്നുള്ളത് വഴിയേ പറയാം. മധുചേട്ടൻ വരുന്നത് US നിന്നാണ്. പിന്നെ അവിടുന്ന് നേരെ എല്ലാ ലൈറ്റ് പോയി. മധുചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡിസംബറിലും മധുചേട്ടൻ നാട്ടിൽ വരും US നിന്ന്. അപ്പോൾ നേരെ ദുബായ് വന്നിട്ട് ഒരു ദിവസം മീൻസ് ഇങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യും. പിന്നെ നേരെ കേരളത്തിലേക്ക് പോകും. അങ്ങനെ എല്ലാ വർഷത്തിൽ ഒരിക്കൽ കാണുന്ന ഞങ്ങളുടെ മാവേലിയാണ് മധുചേട്ടൻ. ഞങ്ങളെ കാണാതെ പോവില്ല. ബിക്കോസ് മധുചേട്ടന് ഏറ്റവും ഇഷ്ടം എന്നെയും ഗൗരീനി എന്നാണ് ഞങ്ങൾ അവകാശം പറയാറ്. ഇതന്നെയും മധുചേട്ടൻ എല്ലാവരോടും പറയാറ്. മധുചേട്ടൻ മാത്രമല്ല, നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മധുചേട്ടൻ്റെ വൈഫ് സ്വപ്ന ചേച്ചിയും കുട്ടികൾ സ്വപ്ന, ഞാൻ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ് ദിവസം. സ്വപ്ന ചേച്ചിയും പിള്ളേരും എല്ലാം നമ്മളെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സ്വപ്ന ചേച്ചി ആണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ചേച്ചിയുടെ ഫീലാണ്. അമ്മവും തുമ്പി മധുചേട്ടൻ 2 പിള്ളേരാണ്. അപ്പൊ അവരെല്ലാം നമുക്ക് അങ്ങോട്ട് നടക്കാം. അവരെല്ലാം നമ്മുടെ ആൾക്കാരാണ്. സോ അതാ പറയുന്നത്. എല്ലാ പ്രാവശ്യം സ്വപ്ന ചേച്ചി ആണെങ്കിലും ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ദുബായിൽ നിന്ന് തന്നെ. ഞാൻ ആദ്യമായിട്ട് സ്വപ്ന ചേച്ചി കണ്ടത് ദുബായിൽ നിന്നാണ്. പിന്നെ അതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല, ഞാൻ സ്വപ്ന ചേച്ചി കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് കാണാൻ പറ്റിയില്ല. ബാക്കി മധുചേട്ടൻ മാത്രമല്ല, ഇപ്രാവശ്യം മധുചേട്ടൻ മാത്രമേ വന്നുള്ളൂ. സോ സ്വപ്ന ചേച്ചി ഞങ്ങൾക്ക് 2 പേർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്കേർട്ട്. ആ സ്കേർട്ട് ഞങ്ങൾ കാണിച്ചു തരാവേ. ഞങ്ങൾ ഇട്ടിട്ട് നല്ല വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചിട്ട് ഒരു അടിപൊളി സ്കേർട്ടാണ്. അപ്പം സ്വപ്ന ചേച്ചി എല്ലാ പ്രാവശ്യം ഞങ്ങൾക്ക് സ്കേർട്ട്, വാച്ച് എല്ലാം ഗിഫ്റ്റ് തരാറുണ്ട്. എനിവേ നമുക്ക് എന്തായാലും മധുചേട്ടനെ കാണാൻ പോകും. സോ അങ്ങനെ ഞങ്ങൾ ടാക്സി എടുത്തു. ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മധുചേട്ടനെ പറ്റി പറയുവാണെങ്കിൽ, മധുചേട്ടൻ നമ്മൾ എങ്ങനെ പരിചയം വിചാരിച്ചാൽ മധുചേട്ടൻ എനിക്ക് ഈ വ്ളോഗിൽ പരിചയപ്പെടുത്തണം എന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ നേരത്തെ ഞങ്ങൾ ഇന്നലെ കണ്ടു കേട്ടോ. അപ്പോൾ മധുചേട്ടൻ നമ്മൾ 24 ന്യൂസിലെ US റിപ്പോർട്ടറാണ്. അപ്പോൾ നമ്മളങ്ങനെ 24 എന്നുള്ള പരിചയമാണ്. ഞാൻ 24 മറ്റേ മധുചേട്ടനെ പരിചയപ്പെടുത്ത ഓർമ്മ ഉണ്ടോ ഗൗരി? മധുചേട്ടനും ഗൗരി PCR അപ്പോൾ ഗൗരി പ്രൊഡക്ഷനൊക്കെ കോള് കണക്ട് ചെയ്യാൻ വേണ്ടി മധുചേട്ടനായിട്ട് ഓൾറെഡി കമ്പനി ഉണ്ട്. US നമ്മൾ കാണണമെന്നില്ലല്ലോ. പക്ഷേ ഒരു ദിവസം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഓണത്തിന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഗൗരി?
ഇന്നലെ മധുചേട്ടൻ അത് പറഞ്ഞു, ഗൗരി തെറ്റിച്ച് കളിച്ച ഡാൻസ്. തെറ്റിച്ചതല്ല, അത് തെറ്റിച്ചല്ല. അതെന്താ വെച്ചാ തലേന്ന് മൊത്തം പ്രാക്ടീസ് ചെയ്തിട്ട് മോന് രാവിലെ ഒന്ന് സ്റ്റെപ്പ് മാറ്റി. ഞങ്ങൾ സ്റ്റേജിൽ സർപ്രൈസ് ആയിട്ട് അറിഞ്ഞത് ഈ സ്റ്റെപ്പ് മാറ്റിയത്. വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ 8 പേര് കളിച്ചാല് ഗൗരി മാത്രമേ ഡാൻസ് തെറ്റിച്ചിട്ടുള്ളൂ. കാരണം സർപ്രൈസ് ആയിട്ട് പോലും ബാക്കിയുള്ളവർ പഠിച്ചേ. അത് ഹൈലൈറ്റ് അല്ല, എല്ലാരും ഡാൻസ് സ്വിച്ചറിന്റെ പ്രശ്നം, സ്വിച്ച് ചെയ്ത് തെറ്റി. അപ്പൊ ആ ഡാൻസ് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലുണ്ട്, നിങ്ങൾ പോയി ഒരിക്കലും കാണാതിരിക്കില്ല. അപ്പൊ ആ ഡാൻസ് കണ്ടിട്ടാണ് മധുചേട്ടൻ നമ്മളോട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ചിട്ട്. അന്ന് കുറേ പേര് ഇങ്ങനെ പ്രശംസിച്ചപ്പോൾ മധുചേട്ടൻ കൂട്ടത്തിൽ പ്രശംസിച്ചു. അങ്ങനെ അന്ന് തുടങ്ങിയ ബന്ധമാണ് മധുചേട്ടനായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 years ആയി ഞങ്ങൾ തമ്മിൽ. അല്ല, അത്രയും എൻ്റെ ഒരു വെൽവിഷർ എന്ന് വേണമെങ്കിൽ പറയാം. മധുചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ, ഞങ്ങൾ ആദ്യമായിട്ടും മധുചേട്ടൻ മധുചേട്ടൻ എന്നോട്, ഞാൻ 24 ആകുമ്പോൾ ജേർണലിസ്റ്റ് ആണല്ലോ, ജേർണലിസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ജേർണലിസ്റ്റ് ആവും, ആങ്കർ ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ മധുചേട്ടൻ അന്നേ 24 ഉള്ളപ്പോഴേ പറയായിരുന്നു മോനു ഒരു ബിസിനസ്സുകാരി ആവും എന്നുള്ളത്. അതിന് അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ആവില്ല, എന്തൊക്കെയായാലും ഞാൻ ബിസിനസ്സുകാരി ആവില്ല എന്ന്. കാരണം എന്താ, എനിക്ക് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഞാൻ ബിസിനസ്സിനെ പറ്റി സംസാരിക്കാത്ത ഒരാളാണ്, എനിക്ക് ബിസിനസ്സിൻ്റെ ABCD അറിയില്ല, അങ്ങനെ ഭയങ്കര അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ മധുചേട്ടൻ 6 വർഷം മുമ്പ് പറഞ്ഞ ആ കാര്യം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി. ഞാൻ ദുബായ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത മധുചേട്ടൻ. എല്ലാവരും എതിർത്തപ്പോൾ മധുചേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ദുബായ് പോകണം എന്ന് പറഞ്ഞിട്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ 6 വർഷം മുമ്പ് മധുചേട്ടൻ അത് എഴുതി വെച്ചിരുന്നു എന്ന് പറയുന്നത് ഭയങ്കര, എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും സ്വപ്നം പോലും ഇതിൽ പോലും ചിന്തിക്കാത്ത കാര്യം മധുചേട്ടൻ 6 വർഷം മുമ്പ് ചിന്തിച്ചു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി, മധുചേട്ടൻ അങ്ങനെ ഒരാളാണ്. എന്ന് വെച്ചാൽ കുറേ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ എല്ലാം നേരിട്ട്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ അമ്മ ഒരു ഡിസ്റ്റ് ചോദിച്ചു എന്നോട്, അമ്മോള് ചോദിക്ക് മധുചേട്ടനോട് വീട് പണിയുടെ കാര്യം എങ്ങനെയാണ്. ഞാൻ മധുചേട്ടൻ ജോസിനൊന്നുമില്ല. അതായത് നമ്മൾ മധുചേട്ടൻ പറയുന്ന എല്ലാ, ഞങ്ങളുടെ ലൈഫിൽ എന്റെയും ഗൗരിയുടെയും കാര്യത്തിൽ മധുചേട്ടനെ എന്ത് പറഞ്ഞിട്ടുണ്ടോ, അല്ല ഗൗരി? അതെ, ഞങ്ങളുടെ രണ്ടുപേരും ലൈഫിൽ മധുചേട്ടൻ എന്ത് എഴുതിയിട്ടുണ്ടോ അത് വളരെ കറക്റ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തോ മൂപ്പരുടെ ഒരു പ്രത്യേക കഴിവ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ടൈമിൽ നമ്മൾ ബിസിനസ്സുകാരിയാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ വല്ലവരും പറയും മോന് ഭയങ്കര വലിയ ബിസിനസ്സുകാരിയാവും എന്ന് പറഞ്ഞാൽ പറയാം, വെറുതെ ഇപ്പൊ തുടങ്ങിയോണ്ട് വെറുതെ നമ്മളെ ഇതാക്കാൻ പറയുന്നതാണ്, സുഖിപ്പിക്കാൻ. പക്ഷെ അങ്ങനെയല്ല, ഒരു പ്രത്യേക തരം ഒരു മനുഷ്യനല്ലേ. ഒരുപാടൊന്നും സംസാരിക്കില്ല, അതായത് വളരെ അടുപ്പുള്ളവരോട് മാത്രം സംസാരിക്കുന്ന, വളരെ മിത ഭാഷിതനായ, അത്ര വലിയ ബന്ധങ്ങളിലേക്ക് ആണ് അങ്ങനെ. അപ്പോൾ അതാണ് മധുചേട്ടൻ. ഇനി മധുചേട്ടനെ പറ്റി പറയാണ്ട്. പക്ഷെ ഞങ്ങൾ സഹാറ സെന്ററിന്റെ അവിടെ എത്തിയിട്ട് ഷാർജ ബോർഡറിന് ദുബായിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. സോ ബാക്കി ഇപ്പോൾ പറയാവേ. അങ്ങനെ ഞങ്ങൾ ഷാർജയിൽ നിന്ന് ടാക്സി മാറി കയറി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും മധുചേട്ടനെ പറ്റി ഇങ്ങനെ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഞാൻ കുറച്ച് ചെറിയ രീതിയിൽ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്ന സമയത്ത് ഉറപ്പായിട്ടും പറയാൻ പറ്റിയ ഒരാളാണ് മധുചേട്ടൻ. കാരണം എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് മധുചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഞാൻ ഏത് ഡിസിഷൻ എടുക്കുമ്പോഴും അതിനെ ഭയങ്കര കൈവേനിക്കുന്നുണ്ട്. ഏത് ഡിസിഷൻ എടുക്കുമ്പോഴും അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മധുചേട്ടൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ദുബായിൽ വരുമ്പോൾ ഒരുപാട് പേര് എതിർത്തിരുന്നു. നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു കംഫർട്ട് സോണിൽ നിന്ന് പോകുന്നതിന് എല്ലാവരും എതിർത്ത്. പക്ഷെ മധുചേട്ടൻ എന്നേൽ ഭയങ്കര വിശ്വാസമായിരുന്നു. എന്നോട് പറയും മോനു എവിടെ പോയാലും ജീവിക്കും, ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരണം. അതിന് ശേഷം പിന്നെന്താണ്, ഞാൻ ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ദുബായിൽ വന്ന് ഫസ്റ്റ് ഘട്ടങ്ങൾ സ്ട്രഗിളിൻ്റെ എക്സ്ട്രീമാണ്. ഞാനൊരു മനുഷ്യനോടൊന്നും പറഞ്ഞിട്ടില്ല, ഈവൻ എൻ്റെ ഫാമിലിയോട് പോലും പറഞ്ഞിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്ന കാര്യം. ഇപ്പോൾ അറിയാം എല്ലാവർക്കും, പക്ഷെ ആ സമയത്ത് ഞാൻ ആരോട് ഷെയർ ചെയ്യില്ല. പക്ഷെ ഞാൻ മധുചേട്ടനോട് പറയുന്നു. അപ്പോൾ മധുചേട്ടൻ പറഞ്ഞ മോന് ശരിയാവും, ആ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവൻ എൻ്റെ എന്ത് കാര്യത്തിനും. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായപ്പോൾ ഗൗരി കൂടെ നീങ്ങിരിക്കും, ലാസ്റ്റ് വന്നപ്പോൾ കുറച്ച് നീങ്ങിരിക്കുന്നേ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം മധുചേട്ടൻ വന്ന സമയത്ത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മധുചേട്ടൻ എന്നെ ദുബായ് മോളിൽ കൊണ്ടുപോയി പർച്ചേസ് ചെയ്ത് തരാനല്ല കേട്ടോ, എല്ലാ ബ്രാൻഡ്സിലും എന്നെ കയറ്റി ഇറക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞത് മോനു ഇതെല്ലാം പഠിക്കണം, ഏത് ബ്രാൻഡാണ്, എങ്ങനെയാണ്, പക്ഷെ കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ ഭയങ്കര എല്ലാത്തിനെ പറ്റി അറിവ് വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതാണ് മധുചേട്ടൻ. മധുചേട്ടനെ പറ്റി ഇങ്ങനെ പൊക്കിൽ മാത്രമല്ല,
മധുചേട്ടനെ പറ്റി ഇനി കുറച്ച് കുറ്റങ്ങൾ പറയാം. മധുചേട്ടനാണ് എന്റെയും ഗൗരിയുടെയും ഏറ്റവും വലിയ ഗോസിപ്പ് പാർട്ട്ണർ. മധുചേട്ടന് ഭയങ്കര ഗോസിപ്പാണ്. ഇവൻ കോൾ വരുന്നുണ്ട്. ഗൗരി മറ്റേ അവന് ഒരു മെസ്സേജ് അയച്ചേക്ക്. അപ്പോൾ ഒരു ക്ലയൻറ്റ് വിളിച്ചതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പറയുന്നതും നമ്മുടെ ഗോസിപ്പ് പാർട്ട്ണർ മധുചേട്ടനാണ്. ഞങ്ങൾ കേരളത്തിലെ കാര്യങ്ങൾ ഇതാക്കിയിട്ട് പറഞ്ഞിരുന്നതും മധുചേട്ടനോടാണ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, അടി മീൻസ് അമേരിക്ക, ദുബായ്, ഇന്ത്യ. ഇവൾ ഇന്ത്യയിലായിരുന്നല്ലോ ആ സമയത്ത് അടി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഞങ്ങൾ 3 പേരും മാത്രമായിട്ടുണ്ട്. അപ്പം അതാണ് മധുചേട്ടൻ. ഒരു കോള് വരുന്നുണ്ട്, ഇത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പറയാം. സോ അങ്ങനെ കോള് കഴിഞ്ഞ് ഇനി ഞാൻ ഒരുപാട് മധുചേട്ടനെ പറ്റി പറഞ്ഞ കഥകൾ തീരില്ല, കാരണം ഒരുപാട് കഥകളുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. മധുചേട്ടനെ കാണാം. എനിക്കൊരു നിർബന്ധമുണ്ട്. എന്നെ ഒരുപാട് പേര് ഇവിടെ ദുബായിൽ കാണാൻ വരുമ്പോൾ വിളിക്കാറുണ്ട്, ഒരുപാട് പേര് കാണാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും എല്ലാവരും കാണാത്തൊരു ടൈപ്പ് ആളാണ്. ഞാൻ ഭയങ്കര ഒരു പേഴ്സണൽ സ്പേസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എനിക്ക് എല്ലാവരും അങ്ങനെ കാണുന്നില്ല. പക്ഷെ മധുചേട്ടനെ എന്ന് പറയുന്ന വർഷത്തിൽ ഒരിക്കൽ കാണണം എന്നുള്ളത് ഇതാണ്. ആദ്യമായിട്ടാണ് ഞാനും ഗൗരി ഒരുമിച്ച് മധുചേട്ടനെ കാണുന്നത്. അല്ലെങ്കിൽ മധുചേട്ടനെ എന്നെ ഇവിടുന്ന് കാണും, ഗൗരീനെ നടന്ന് കാണും. മധുചേട്ടന് വേറൊരു ടെസ്റ്റും കൂടി ഉണ്ട്. ഒരു 3 years back ഞാൻ മറ്റേ കമ്പനിയിലുണ്ടാകും, ബേബി മാജിക്. ആ സമയത്ത് മധുചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗരീനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ അന്നത്തെ കുറച്ച് കാര്യങ്ങൾ കാരണം പറ്റിയില്ല. കാരണം നമ്മളും സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്, നമുക്കൊരു സ്റ്റാഫിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഗൗരിക്കും ഗൗരിയുടേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് മധുചേട്ടനെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, മധുചേട്ടാ ഗൗരി വരും, നമ്മളിരുന്ന് സംസാരിക്കും, ഗൗരി നമ്മുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ വിചാരിച്ചിരുന്നു എന്ന്. അപ്പോൾ മധുചേട്ടൻ വിചാരിച്ചിരുന്നു എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. എന്ന് വെച്ചാൽ മധുചേട്ടൻ ഒരുപാട് കാലം മുമ്പേ പറഞ്ഞ കാര്യമാണ് ഗൗരി ദുബായിൽ വരുന്നത്. ഗൗരി മന്ത്രവാദിയാണോ എത്തിച്ചത്? അതായത് എല്ലാം മുൻകൂട്ടി കാണുന്ന ഒരാളാണ്. സോ അതാണ് മധുചേട്ടൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഗോസിപ്പ് പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഇത്ര കമ്പനിയാണോ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഏകദേശം കുറച്ച് വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരിക്കലുമല്ല. മധുചേട്ടൻ ഭയങ്കര സീനിയറായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേമസ് ആയ മധു കൊട്ടാരക്കര 24 ആണ്. സോ നമുക്ക് എന്തായാലും മധുചേട്ടനെ കാണാം. മധുചേട്ടൻ ഇപ്പോൾ ഉള്ളത് മാരിയറ്റ് ഹോട്ടലിലാണ്. മധുചേട്ടൻ്റെ നിഗമന പ്രകാരം വേൾഡിലെ ഏറ്റവും 2ാമത്തെ ഹോട്ടലോ വലിപ്പം കൂടിയ ഹോട്ടൽ എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞങ്ങൾ നോക്കിയിട്ടില്ല. സോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മധുചേട്ടനെ അവിടെ നിന്ന് മീറ്റ് ചെയ്ത്. അപ്പം ഞങ്ങൾ എന്തായാലും മധുചേട്ടനെ കണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി 2 മണി കഴിഞ്ഞ് 3 മണിയായി ഓൾമോസ്റ്റ്. മധുചേട്ടൻ 6:30 ആകുമ്പോഴേക്കും ഫ്ലൈറ്റ് കയറും. ഞങ്ങൾ പക്ഷെ ഇന്നലെ രാത്രി മുഴുവൻ മധുചേട്ടൻ്റെ കൂടെ വർത്താനം പറഞ്ഞ് രാവിലെ വരെ കത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ബാക്കി വിശേഷം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ കുറെ നേരം കൂടി മധുചേട്ടനോട് കത്തിയൊക്കെ അടിച്ചിരുന്ന് പുറത്തേക്ക് ഇറങ്ങി. മധുചേട്ടൻ്റെ റൂമിൽ നിന്ന് താഴെ പൂളാണ്, ആൾക്കാർ കുളിക്കുന്നതാണ്. സോ അങ്ങനെ ഞങ്ങള് പോവാണ്. മധുചേട്ടന് യാത്രയായി സൂര്യ. മധുചേട്ടൻ എന്തെങ്കിലും സംസാരിക്കും. ഞാൻ മധുചേട്ടൻ ഭയങ്കര സംസാരിക്കുന്ന ആളാന്നാ പറഞ്ഞത്. പറ മധുചേട്ടാ, മോനിഷ ചാനലിനെ പറ്റി പറ. എന്റെ യൂട്യൂബ് ചാനലില് യൂട്യൂബ് ആണ് എനിക്ക് സ്ട്രെസ് വരുന്നത് ഞാൻ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. വേറെ പറയുന്നുണ്ട് ദുബായ് ശരിയാ നിൽക്കണ്ട. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മധുചേട്ടനെ സമ്മാനിക്കുമ്പോൾ മധുചേട്ടൻ ഭയങ്കര ഒരു നാണക്കാരനാണ് പൊതുവെയുള്ള. അപ്പോൾ നമ്മളെന്തായാലും ഞങ്ങൾ കരാമയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. മധുചേട്ടൻ ഒരു 1.5 മണിക്കൂറിനുള്ളില് പോവും. പറ മധുചേട്ടൻ എന്തൊക്കെ വിശേഷം? മോനു അറിയേണ്ടത് എന്താണ് കണക്ഷൻ എന്നുള്ളതാണ്. എനിക്കൊന്നല്ല, നമ്മുടെ ക്യാമറമാൻ ഗൗരിയോടൊപ്പം അല്ലേ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലൈഫിന്റെ ആ ഒരു യാത്രയില് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടും. അപ്പൊ ചില ആൾക്കാരുമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു കണക്ട് കിട്ടും. അപ്പം മോനുമായിട്ട് സംസാരിക്കുമ്പോഴ് മോനുവിനെ പരിചയപ്പെടുമ്പോഴ് ഒരു
മുകളിലോട്ട് പോകണം എന്നുള്ളൊരു സ്പാർക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കൊക്കെ ഓരോ സമയങ്ങളിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റിയത്. അപ്പോൾ മോന് വളരെ നല്ല രീതിയിൽ ദുബായിൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ പ്രാവശ്യം ദുബായി വന്ന് പോകുമ്പോൾ എനിക്ക് മോനിൻ്റെ ആ ഗ്രോത്ത് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യം എനിക്ക് തോന്നുന്നു ആഹാരം തന്നെ കട്ട് ചെയ്ത് ആണ് സ്റ്റാർട്ടിങ് പോയിന്റ്. പിന്നെ ഒരു എംപ്ലോയി ആകുന്നു, 2 എംപ്ലോയി ആകുന്നു, ഇപ്പൊ ഒരു കൂട്ടം എംപ്ലോയീസ് ആകുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ വീണ്ടും വരും. അത് എത്രമാത്രം ഉയർന്നു പോകുന്നു എന്നുള്ളതിന് വളരെ സന്തോഷം. ശ്രീനിവാസൻ എന്ന് ഉദ്ദേശിച്ചത് ഗൗരിയല്ലേ? ഒന്ന് കാണിച്ചത് ആ കീറിയ പാൻറ്റും ഒക്കെ ഒന്ന് കാണിച്ചത്. ഇത് ശരിക്കും ശ്രീനിയേട്ടൻ അക്കരെ കാഴ്ചയില് താഴെ ഇരുന്ന് മീനവിയല് വെട്ടുന്ന ആ റോളാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ മോനോ സൂക്ഷിച്ചോളൂ. അപ്പൊ ഗൗരി ചിലപ്പോ നിന്നെക്കാട്ടിലും മുകളിലോട്ട് സ്വന്തമായിട്ടൊരു കമ്പനി ഇട്ട് പോകാനുള്ള എല്ലാരും വളരട്ടെ മോശേട്ടാ. പക്ഷെ ഗൗരിക്ക് പിന്നെ ഒരു പാൻറ്റും കൂടെ വാങ്ങിച്ചു കൊടുക്കണം. ഇത് 1 മാസം ഒരു പാൻറ് എന്ന് പറയുന്നത് അതൊരു കമ്പനിക്ക് തന്നെ നടക്കുകയാണ്. തന്നെയല്ല ഏത് ഇതിനകത്തും ഇപ്പൊ ഇവിടെ യൂണിഫോം എന്നാ പറയുന്നത്. പക്ഷെ എന്നെ കാണാൻ വരുമ്പോ യൂണിഫോം ഇട്ട് വരണ്ടല്ലോ. അതാണ് എനിക്ക് മനസ്സിലായത്, യൂണിഫോം അല്ല. പക്ഷേ നിങ്ങൾ ഇവരുടെ ഏത് വീഡിയോ നോക്കിയാലും ഈ കീറിയ ജീൻസ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കരാമയിലെ പാരഗണിലാണ് പോയത്. കരാമയിലെ പാരഗണിൽ പോയിട്ട് ഞങ്ങൾ ബിരിയാണി, പൊറോട്ട, കാന്താരി ചിക്കൻ ഒക്കെ കഴിച്ചു. എന്താണെന്നറിയില്ല, പാരഗണിലെ ബിരിയാണി എൻ്റെയും ഗൗരിയുടെയും ഫേവറേറ്റ് ആണ്. സോ ഞങ്ങൾ നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ച് നേരെ വിട്ടു എയർപോർട്ടിലേക്ക്. എമിറേറ്റ്സിലാണ് മധുചേട്ടൻ പോകുന്നത്. സോ മധുചേട്ടനോട് നമ്മൾ ബൈ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് മധുചേട്ടൻ്റെ കൂടെ പോയി. ശ്രീനിയേട്ടൻ്റെ കൂടെ ദുബായിൽ നിന്ന് നമ്മൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പൊ മധുചേട്ടൻ നാട്ടിലോട്ട് പോവാണ്. മധുചേട്ടാ, വി വിൽ മിസ് യു. കാരണം ഞങ്ങൾ ഇത്രയും നേരം ഇരുന്നതിൽ ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാൻ അവസരം കിട്ടില്ല. മധുചേട്ടന്റെ അനുഭവ കഥകൾ, എക്സ്പീരിയൻസ് എല്ലാം എണ്ണി 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 പറഞ്ഞ് ഇതുപോലാവ്. ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രകൾ എങ്ങനെ വേണം എന്നുള്ളതല്ല. എന്നിട്ട് നിങ്ങളുടെ എക്സ്പെരിമെന്റ് വിജയിച്ചാല് ഞാനത് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മള് ബഹിരാകാശത്തേക്ക് ആദ്യം മനുഷ്യനെ അല്ല വിട്ടത്, ഒരു പട്ടിക്കുട്ടി പൂച്ചക്കുട്ടിയേക്ക്. എക്സ്പെരിമെന്റ് അങ്ങനെ ഞങ്ങള് മധുചേട്ടനെ കൊണ്ടാക്കി മെഹബീനെ എടുത്ത് സച്ചുവിന്റെ ഫ്ലാറ്റിൽ പോവാണ്. കാരണം നാളെ ക്രിസ്മസ് ആണ്. പക്ഷെ ഈ വ്ലോഗ് ഇറങ്ങുമ്പോഴേക്കും ക്രിസ്മസ് കഴിയുമായിരിക്കും. സോ നമ്മള് സച്ചുവിന്റെ കൊച്ചിന്റെ ലായിക്കിന്റെ, സുക്കിയുടെ, മണിക്കുട്ടന്റെ ഒക്കെ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു ക്രിസ്മസിന്റെ. നമ്മൾ കുറെ മുമ്പ് പ്ലാൻ ചെയ്ത, പക്ഷെ മെഹബിന്റെ തിരക്കുകൾ മൂലം, മെഹബിന് ഒന്നിനും സമയമില്ലാത്തത് കൊണ്ടും മെഹബിന്റെ ഡേറ്റ് കിട്ടാത്തത് മൂലം നമ്മൾ ഈ അവസാന നിമിഷമാക്കി. ഇപ്പൊ സമയം ഓൾമോസ്റ്റ് എത്ര മണിയാടാ? 9 മണിയായി. അപ്പൊ നമ്മളെന്തായാലും ഇവിടെയാണ്, ഇവിടെ അല്ലേ, ഇപ്പുറത്ത്. അപ്പൊ നമ്മള് അവരൊക്കെ വരും. എത്ര മണിച്ചേരോ അവരൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും പിള്ളേർക്ക് ഷൂട്ട് എടുക്കാം, ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസ് ആണ് ഇൻസ്റ്റാഗ്രാം അറിയുന്ന ഫോളോ ചെയ്യാം. ഇന്ന് വേറൊരു സന്തോഷമാണ്, നമ്മൾ പുതിയൊരു ലെൻസും കൂടി വാങ്ങിയിട്ടുണ്ട്. അതേതാ ലെൻസ് പറഞ്ഞു? ലെൻസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു ക്യാമറമാനെ. പഠിച്ചിട്ട് വന്നേ. അങ്ങനത്തെ സന്തോഷം അത് നമ്മൾ ഷൂട്ട് എടുക്കുന്നു. അത് വൈഡായതുകൊണ്ട്
ഇതല്ലേ ഐഷുവിന് ക്രിസ്മസ് ആയി. ഹാപ്പി ക്രിസ്മസ് ഐഷു. നമ്മളെത്തി. നമ്മൾ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ബാക്കി ഷൂട്ട് വിശേഷങ്ങൾ പിന്നെ എവിടെ സൂക്കി വന്നടാ. ഹലോ 1 and 2 വന്നേ. 3 ഇപ്പൊ വരുവേ. ലൈക്കോ റെഡിയാണോ ഷൂട്ടിന്? യെസ് നോറ. യെസ് നോറ. ലൈക്കോ വെച്ചെടുത്തോ. തൊപ്പ് വെച്ചോ. ഇത്ര ആക്റ്റീവ് അല്ലാത്ത. ഹായ്. ഹായ്. രസമുണ്ടടാ. സുന്ദരനായി. ചിരിക്കണേ ലൈക്കോ. നല്ല കുഞ്ഞ്. ഇതെന്താ പറ്റി? നല്ല സുന്ദരനാ. നല്ല കുട്ടിയെ ഇപ്പൊ സൂക്കി വരും. ഇതാണ് പിള്ളേരുടെ ഒരു ഷൂട്ടിന്റെ കഷ്ടപ്പാട്. അവൻ ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവൻ കരയാൻ തുടങ്ങി. ഇനി അടുത്ത ആൾക്കാരെ വന്നിട്ട് വേണം. ഇത് ഇഷ്ടപ്പെട്ടില്ല ലൈക്കോ? എന്തിനാ കരയുന്ന? വേറെ കളറാണെങ്കിലോ? ഇത് വേണ്ട. ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ കരയുന്ന കാണുന്ന ഒരു കാര്യത്തിന് ഇന്നോ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എന്താ ചെയ്യാ? എടാ ബട്ടർഫ്ലൈ ഒക്കെ ഇട്ടിട്ടാ വന്നേക്കുന്ന. നിങ്ങൾ ഡ്രസ് കൊടുന്നില്ലേ? അതിനിപ്പോ ഇവനും കൂടി ഇട്ടാണല്ലോ ശരിയായിക്കോളൂ. ഇല്ലില്ല, നിനക്ക് വേണ്ടി വെച്ചിരുന്നാണ്. തുറക്ക്. നിന്റെ ഏട്ടച്ചാറ് ഒരു മൂഡ് ഓഫ് ആണല്ലോടാ. എന്ത് പറ്റി വെച്ചോക്കെ? മൂഡ് ഓഫ് ആണല്ലോ. അമ്മന്റെ അടുക്കളയിൽ പോയി നോക്കുന്ന കപ്പ്. ഈ കപ്പ് ഒരെണ്ണം മേടിക്കണം. എനിക്ക് വയ്യതൊക്കെ ലിസ്റ്റ് ഇട്ട് ഇനി വാങ്ങാൻ. ഒരു വീട്ടിൽ വന്ന് ആദ്യം അടുക്കളയിൽ കയറി നോക്കുക. നമ്മളാളല്ലേ ആദ്യം അടുക്കളയില് പോയി വന്നതാ. അത് മാത്രം എന്തൊക്കെ കാണണ്ട. തോട്ടമുണ്ട് വലിയ അവിടെ ഒരു 1.5 ഏക്കർ സ്ഥലത്ത് വലിയ തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. സച്ചിന്റെ വ്യത്യാസം ഉണ്ടല്ലോ മോനെ. അല്ല, നമ്മള് ഒരേ ഇതിലാണല്ലോ ബിൽഡിങ്ങിലാണ്. ചെടിയൊക്കെ വെച്ചിട്ട് അതൊന്നും വെച്ചിട്ട് എനിക്ക് വെക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ലെൻസ് സൂപ്പറാ. ഇതൊരാളുടെ അവിടെ, ഇതൊരാളുടെ ഇവിടെ അനിച്ചാറിന്റെ അവിടെ. കറിയപ്പ എങ്ങോട്ടാ പോകുന്ന ഉടുപ്പിട്ട് നമ്മൾക്ക് പുറപ്പെടിയാ. പുറപ്പെടണം. എന്റെ കുഞ്ഞു മാത്രം അവിടെ നിക്കണോ? ഹായ് ഗായ്സ്, ഞാൻ വന്നല്ലോ വീണ്ടും യൂട്യൂബിലോട്ട്. അതിന് പുതിയ ലെൻസ്. എടാ ബാഗും ഉണ്ടോ? ഇത് ആണോ? എന്താണ് ഏട്ടച്ചാറ് മൂട പോയിട്ട് മുക്ക് പോയിരിക്കണേ?
ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങോട്ടോട്ടെ അങ്ങോട്ടെ കുഴപ്പമുണ്ടോ? അങ്ങോട്ടോണ്ട് കുഴപ്പമുണ്ടോ? നല്ല രസമുണ്ടല്ലോ കാണാൻ. പിന്നെ ഇവനെ നിന്നെ കൂടെ തന്നെ ഷോ എടുക്കാതിട്ട് ഏതിന്റെ ഐഫോണിന്റെ ഉദ്ഘാടനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാ ഞാൻ പറയുന്നുണ്ടേ ട്രെൻഡ് ചെയ്ത് അതിന് ഉടുപ്പൊക്കെ ശരിയില്ലായിട്ട് ഉടുപ്പ് ടൈറ്റ് ആയിട്ടാ എന്താ ചെയ്യും ഇപ്പൊ ഭയങ്കര സൈലന്റ് ആയല്ലോ പോലെ പോലെ ക്രിസ്മസ് കുട്ടൊക്കെ കുറച്ച് ഫ്രണ്ടിലേക്ക് നിക്കട ഇവരൊന്ന് സെറ്റ് ആട്ടെ. ഫോട്ടോ ഫോട്ടോ അയ്യോ ഇല്ലത് ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. സൈസ് പിന്നെ കിട്ടിയില്ല. ഇനി പുതിയത് വാങ്ങാനും പറ്റില്ല. കിട്ടിയോ? റെഡ് ഇട്ടോ? പോവാവേ പയ്യെ പയ്യെ വന്ന് പയ്യെ വന്ന് പയ്യെ വന്ന് പയ്യെ വന്ന് എവിടെ നോക്കി പോയി ഒരു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണ് ഇവിടെ കാണുന്നത്. ലൈക്ക് ശരിക്ക് ലൈക്ക് ഇത് തരുമോ? ഇത് തരുമോ? ഇത് തരുമോ? ഇത് തരുമോ? അയ്യോ ബേബി കരയുന്നല്ലേ യാ രണ്ടുപേർക്കും വേണം ലൈക്കു 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 അതിന് മണിക്കുട്ടനെ കാണാല്ല ഫ്രെയിമിൽ. അവനെ കാണുന്നില്ലേ ഇന്ന് വർക്കൗട്ട് ഒന്നും വേണ്ട. ഇതിലും വലിയ വർക്കൗട്ട് സ്വപ്നങ്ങളിൽ മാത്രല്ല സച്ചു. സൂപ്പർ അവന് ഓടി വരുന്നുണ്ടല്ലോ. എത്ര നല്ല പോലെ ഇരിക്കണടാ. ഒരാള് കഴിഞ്ഞ് ഒരാളുടെ അംഗം അങ്ങനെ ഏറെ നേരത്തെ പോരാട്ടത്തിന് ശേഷം ഷൂട്ട് കഴിഞ്ഞിരിക്ക. അതെ ഗൗരി എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്? മാമിന് എളുപ്പായിരുന്നോ? എളുപ്പായിരുന്നില്ലേ? സച്ചി എങ്ങനെ ഉണ്ടായിരുന്നോ? പീസായിരുന്നോ? ആ ശരി. എന്ത് പീസ്? ചിക്കൻ പീസോ? ശരിക്കെല്ലാരും. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി നമ്മുടെ
ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ സച്ചോ? ഓ ഞങ്ങളപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. ഇതായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ഷൂട്ട്. ഇത് ഈ ഒരു ചെറിയ ഇതില്, പക്ഷെ ഞങ്ങൾക്ക് ഈ ചെറിയ ഇതന്നെ ധാരാളമായിരുന്നു. കാരണം ഇവന്മാരുണ്ടോ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം പാക്കപ്പ് പറഞ്ഞിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇക്കൊല്ലത്തെ നല്ല രസമുണ്ട്. മക്കളുടെ ഷൂട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് മക്കളുടെ ഷൂട്ട്. ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഈ ക്രിസ്മസിനൊക്കെ ഇവിടെ നമ്മൾ കൂടാൻ വിചാരിച്ചിട്ടില്ലേ. എങ്ങനെയുണ്ട് സച്ചുവിന്റെ ഫ്ലാറ്റ്? നല്ല ഫ്ലാറ്റാണ് അല്ലേ? നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ സച്ചിന്റെ ഫ്ലാറ്റിൽ വരുന്നത്. സത്യം പറഞ്ഞത് ഷൂട്ടായിരുന്നില്ല, യുദ്ധമായിരുന്നു. യുദ്ധം ചെറിയൊരു സ്പേസിലാണ് നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുത്തതെങ്കിൽ പോലും ഫോട്ടോസിന്റെ ഔട്ട് വന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു. 1-2 ഫോട്ടോസിന്റെ ഔട്ട് ഞാൻ എന്തായാലും കാണിക്കാം. ബാക്കിയുള്ള ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മോനിഷാസ് ഭാരതി എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. എന്തായാലും ഫോളോ ചെയ്ത് നിങ്ങൾ എൻ്റെ എല്ലാ പോസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഗായ്സ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ കറിച്ചട്ടിയിൽ വന്നേക്കുവാണ്. സച്ചു ഒരു എന്താണ് സാന്റ അല്ല, ഒരു സമാധാന പ്രിയനും എല്ലാവരുടെ കണ്ണിലുണ്ണിയുമായതുകൊണ്ട് ഞങ്ങൾ നടന്ന് ഓരോരുത്തർക്കും ഒരു ഇത് കൊടുക്കുക. തുടക്കണം തള്ളുന്ന് അവന് ആ വഴി പോയോ? ഏയ് ലൈക്കിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ലൈക്കോ ഗിഫ്റ്റ് കിട്ടിയാ? സൂപ്പർ. ഏത്? എനിക്കൊരു ചായ. കച്ചി കുഴപ്പമില്ലല്ലോ. ഫൈനലി ഞങ്ങള് തിരിച്ചെത്തിയിരിക്കുന്നു. അല്ല പിന്നെ എങ്ങോട്ട് പോവോ? തിരിച്ചെത്താൻ്റെ പിന്നെ അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളിതാ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു. മധുചേട്ടനെ കണ്ടു, ഷൂട്ട് ചെയ്തു. ഷൂട്ട് ഒരു ബഹളം തന്നെയായിരുന്നു. പിന്നെ സച്ചു ഓൾറെഡി ബഹളത്തിന്റെ ഉസ്താദായതുകൊണ്ട് പക്ഷെ സച്ചുവിന്റെ കൂടെ അടിപൊളിയായിരുന്നു. ഐഷു, സച്ചു, ലൈക്ക്, മെഹബി, നമ്മുടെ ഫാമിലി. അപ്പൊ നാളെ ഇനി ബാക്കി ക്രിസ്മസ് ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നല്ല കണ്ടിന്യൂ ചെയ്യും. സോ ഗായ്സ് ഇന്നത്രയുള്ള. അപ്പൊ എല്ലാവരും മോനിഷാസ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കുറച്ചും കൂടി ആയാൽ ഞാൻ മോണിറ്റൈസ്ഡ് ആവുക. നമ്മുടെ തൊപ്പി സച്ചു വാങ്ങി തന്നെ. യെസ്, രസമില്ല. Beautiful cap. Okay guys, bye, good night.